നമസ്കാരം. കഴിഞ്ഞ നാളുകളിൽ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ വികസനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച കോൺക്ലേവ് പുതിയ പ്രതീക്ഷകൾ ഉണർത്തുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാ പ്രമുഖരുടെയും പ്രസംഗങ്ങൾ മുഴുവനായി എത്തിക്കുക എന്നത് വലിയ ശ്രമകരമായ ഒന്നാണ്. ഈ കോൺക്ലേവിന്റെ ഒരു സാരാംശമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2 ദിവസം നീണ്ടുനിന്ന കോൺക്ലേവിൽ 300-ലധികം പ്രതിനിധികളും 50ഓളം നിക്ഷേപകരും പങ്കെടുത്തിരുന്നു. അടുത്ത വർഷം ജനുവരിയിൽ ഈ കോൺക്ലേവിന്റെ 2ാം ഘട്ടം എഡിഷൻ നടത്തുവാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. തുറമുഖ പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിനുള്ളിൽ തന്നെ 1 ദശലക്ഷം TEU കാർഗോ കൈകാര്യം ചെയ്യുവാൻ സാധിച്ചു എന്നത് വിഴിഞ്ഞത്തിന്റെ അപാര സാധ്യതകളാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തിന്റെ മാതൃകയിൽ വിഴിഞ്ഞത്തിന് പ്രത്യേക സാമ്പത്തിക മേഖല അഥവാ സെസ് വികസിപ്പിക്കുവാനുള്ള പദ്ധതിയുണ്ടെന്നാണ് അദാനി പോർട്സ് ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. തുറമുഖത്തിന്റെ വളർച്ചയ്ക്ക് പ്രത്യേക സാമ്പത്തിക മേഖലകൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, വെയർഹൌസുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുവാനാണ് അദാനി പോർട്സിന്റെ ലക്ഷ്യം. പക്ഷേ ഇതിനായി റോഡ്, റെയിൽ, ഉൾനാടൻ ജലപാത എന്നിവയിലൂടെയുള്ള കണക്ടിവിറ്റി ലഭ്യമാക്കുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തേണ്ടതാണ് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. വ്യവസായ മന്ത്രി രാജീവ് കോൺക്ലേവിൽ പ്രസ്താവിച്ചതനുസരിച്ച് 20ഓളം പ്രധാന മേഖലകളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. ഇതിൽ മാനുഫാക്ചറിംഗ്, ഡിഫൻസ് ആൻഡ് സ്പേസ് പാർക്ക്, ഇലക്ട്രോണിക്സ്, മെഡിക്കൽ ഉപകരണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ് എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് പദ്ധതികളുമായി വരുന്ന വ്യവസായികൾക്ക് എല്ലാ സഹകരണവും സർക്കാർ നൽകുമെന്നും മന്ത്രി പ്രസ്താവിച്ചു. സംസ്ഥാനത്തിന്റെ മുതൽക്കൂട്ടായ ഉയർന്ന നൈപുണ്യശേഷിയുള്ള വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും കഴിവ് പ്രയോജനപ്പെടുത്തുവാനുള്ള സാഹചര്യവും സൃഷ്ടിക്കപ്പെടണം. ഇതിനനുസരിച്ചുള്ള കോഴ്സുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തയ്യാറാക്കണം. 2028 വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ഉം 3ഉം ഘട്ടങ്ങൾ പൂർത്തിയാക്കുക എന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. വിഴിഞ്ഞത്തെ ഇന്റഗ്രേറ്റഡ് ലോജിസ്റ്റിക് ഹബ്ബായി മാറ്റുമെന്നാണ് മന്ത്രി VN വാസവൻ കോൺക്ലേവിൽ പ്രസ്താവിച്ചത്. വരുന്ന 4 വർഷത്തിനുള്ളിൽ തന്നെ ബാലരാമപുരത്തു നിന്ന് വിഴിഞ്ഞത്തേക്കുള്ള ഭൂഗർഭ റെയിൽപാത യാഥാർത്ഥ്യമാക്കും. കേരളത്തിൽ നിക്ഷേപം നടത്തുന്ന വ്യവസായികൾക്ക് യാതൊരു തൊഴിൽ പ്രതിസന്ധിയും നേരിടേണ്ടി വരില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ മാഗ്നറ്റിസം, എന്തുകൊണ്ട് വിഴിഞ്ഞം നിങ്ങളുടെ അടുത്ത വ്യാവസായിക ലക്ഷ്യമാകുന്നു എന്ന പാനൽ ചർച്ചയും കോൺക്ലേവിലുണ്ടായിരുന്നു. തുറമുഖത്തിനോട് ചേർന്ന് ഏറ്റവും അനുയോജ്യമായ വ്യവസായം കണ്ടെത്തി അതിന്റെ സാധ്യതകൾ തേടണം. പെട്രോ കെമിക്കൽ വ്യവസായം കൊണ്ടാണ് സിംഗപ്പൂർ, റോട്ടർഡാം തുറമുഖങ്ങളൊക്കെ വളർന്നത്. അത്തരത്തിൽ വിഴിഞ്ഞത്തിന് പ്രധാനപ്പെട്ട ഒരു വ്യവസായം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. അതുകൂടാതെ അടുത്ത 5 വർഷം കൊണ്ട് വിഴിഞ്ഞം എന്തായി തീരണം എന്നതിനെക്കുറിച്ചും വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടാകണം. MSC ഷിപ്പിംഗ് മേധാവികൾ നടത്തിയ പ്രസ്താവനയിൽ ആഗോള ശൃംഖലയിൽ വിഴിഞ്ഞം തുറമുഖത്തെ പ്രധാന ഹബ്ബായി മാറ്റുന്നതിനെക്കുറിച്ച് പരിഗണന നൽകുന്നു എന്നതാണ്. 155 രാജ്യങ്ങളിലായി MSCക്ക് 860 കപ്പലുകളുണ്ട്. ജനീവയാണ് MSCയുടെ ആസ്ഥാനം. പ്രതിവർഷം 22.5 ദശലക്ഷം TEU കണ്ടെയ്നറുകളാണ് MSC കൈകാര്യം ചെയ്യുന്നത്. വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള ചരക്കു നീക്കം സുഗമമാക്കുവാൻ കോവളം മുതൽ ബേക്കൽ വരെയുള്ള ഉൾനാടൻ ജലപാത പ്രവർത്തനക്ഷമമാക്കുന്നതിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ശ്രദ്ധ നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ഡയറക്ടർ പ്രസ്താവിച്ചത്. 2028 ഇത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. വിഴിഞ്ഞം തുറമുഖത്ത് കസ്റ്റംസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി കസ്റ്റംസ് അസിസ്റ്റന്റ് കമ്മീഷണറും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ തുറമുഖത്ത് കസ്റ്റംസിന്റെ പ്രവർത്തനങ്ങൾ പരിമിതമാണ്. പ്രധാനമായും കപ്പലുകൾക്ക് എൻട്രി എക്സിറ്റ് ക്ലിയറൻസ് അനുവദിക്കുന്നതിലാണ് ശ്രദ്ധ നൽകുന്നത്. ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്, EDI കണക്ടിവിറ്റിയെക്കുറിച്ചുള്ള ആശങ്കകളും പരിഹരിക്കും. ആഗോളതലത്തിൽ സമുദ്ര വ്യോമ ട്രാൻസ്ഷിപ്മെന്റ് ഹബിന് വലിയ സാധ്യതകളാണുള്ളത്. ദക്ഷിണേന്ത്യയിലെ തിരക്കേറിയ തുറമുഖമായി വിഴിഞ്ഞം മാറുകയാണ്. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ്, ഭക്ഷ്യോൽപാദനം, ഹരിത ഹൈഡ്രജൻ, ഹരിത അമോണിയ തുടങ്ങിയ മേഖലകളിലെ നിക്ഷേപകരൊക്കെ കോൺക്ലേവിൽ പങ്കെടുത്തിരുന്നു. ഈ മേഖലയിലെ വികസനത്തിനായി സർക്കാർ വിഴിഞ്ഞം ലോജിസ്റ്റിക് പാർക്ക് എന്ന പദ്ധതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒരിടത്തും അത്യാധുനികമായ സാങ്കേതിക വിദ്യയോടെ പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് തുറമുഖമില്ല. കേരളത്തിന് ആഗോള വ്യാപാര മേഖലയിൽ വലിയ കണക്ടിവിറ്റിയാണ് വിഴിഞ്ഞം കൊണ്ട് ലഭിക്കുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ കേരള എന്ന ശൈലിയിൽ കേരളം വളരുകയാണെന്ന് മന്ത്രി P രാജീവ് കോൺക്ലേവിൽ പറഞ്ഞിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയം എന്തുതന്നെ ആയാലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസന കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരു ടീമാണെന്നാണ് ശശി തരൂർ MP പ്രസ്താവിച്ചിരിക്കുന്നത്. അങ്ങനെ നിരവധി പ്രമുഖരുടെ പ്രസ്താവനകളും ആശയങ്ങളും നിക്ഷേപ സാധ്യതകളും കൊണ്ട് വിഴിഞ്ഞം കോൺക്ലേവ് പ്രതീക്ഷകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം ഭാവിയിലേക്കുള്ള കവാടം എന്നായിരുന്നു
കോൺക്ലേവിന്റെ മുഖമുദ്ര. ദേശീയ അന്തർദേശീയ തലത്തിലുള്ള നിക്ഷേപം ആകർഷിക്കുക എന്നതായിരുന്നു ഈ കോൺക്ലേവിന്റെ ലക്ഷ്യം. KSIDC, ഇൻവെസ്റ്റ് കേരള, വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് ലിമിറ്റഡ് വിസിൽ, ട്രിവാൻഡ്രം ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി TCCI എന്നിവയുടെ സംയുക്ത സംരംഭമായിരുന്നു വിഴിഞ്ഞം കോൺക്ലേവ്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ് വാർത്തകൾ ചാനലിൽ പതിവായി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു തലസ്ഥാന വിശേഷവുമായി വീണ്ടും കാണാം.